അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുഹറം 9ഉം 10ഉം നോമ്പനുഷ്ഠിക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് എന്ന് നമുക്കറിയാം. മുഹറം 10നും 9നും നോമ്പനുഷ്ഠിക്കുമ്പോൾ എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? റമളാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഖളാ വീട്ടുമ്പോൾ എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത് എന്നും ഈ നോമ്പ് അനുഷ്ഠിച്ചാലുള്ള ശ്രേഷ്ഠത എന്താണ് എന്നും നമുക്ക് ഇൻഷാ അല്ലാഹ് വീഡിയോയിലൂടെ കേൾക്കാം. പൂർണ്ണമായും കേൾക്കുക, നിയ്യത്തുകൾ കൃത്യമായി മനസ്സിലാക്കുക. മറ്റുള്ളവരിലേക്കൊക്കെ ഈ അറിവിനെ ഇന്ന് തന്നെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. ഒരു മാഷാ അള്ളയും നിങ്ങളുടെ സംശയങ്ങളും ദുആ വസിയത്തും കമൻ്റായി രേഖപ്പെടുത്തുക. അല്ലാഹു തആല എല്ലാം നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹറം 10ന് നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ കാണാം. മുഹറം 9ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പനുഷ്ഠിച്ചിട്ടില്ല. പക്ഷേ സ്വഹാബത്തുൽ കിറാമിനോട് മുത്തുനബി അവിടുന്ന് പറഞ്ഞത് കാണാം, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9ന് കൂടി ഞാൻ നോമ്പനുഷ്ഠിക്കുമെന്ന് മുത്തുനബി പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ മുഹറം 9നും 10നും നമുക്ക് നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്താണ്. മുഹറം 10ന് നോമ്പനുഷ്ഠിച്ചാൽ അവൻ്റെ യുക്കഫിറു സനത്തൽ മാളിയ, ഒരു വർഷം കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ അത് കാരണമായി തീരും. നമ്മുടെ ജീവിതത്തിലെ ഒരു വർഷം, ഒരായുസ് നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ഒരു ആയുസ്സിലെ ദോഷങ്ങൾ നമ്മിൽ നിന്ന് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം നമുക്ക് പൊറുക്കപ്പെടാൻ ഈ ഒരു നോമ്പ് കാരണമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ മുഹറം 10ൻ്റെ നോമ്പ് ഒരിക്കലും നാം ഉപേക്ഷിക്കരുത്. മുഹറം 9നും 10നും നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇനി ഒരാൾ മുഹറം 9ന് നോമ്പനുഷ്ഠിക്കാൻ അവനക്ക് സാധിച്ചില്ലെങ്കിൽ മുഹറം 10ന് നോമ്പനുഷ്ഠിച്ച് മുഹറം 11ന് കൂടി അവൻ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി ശ്രമിക്കണം ഇൻഷാ അല്ലാഹ്. ഇനി അതിൻ്റെ നിയ്യത്ത് പറയാം. മുഹറം 9ന് നോമ്പനുഷ്ഠിക്കുന്ന ഒരാൾ നിയ്യത്ത് ചെയ്യേണ്ടത്, മുഹറത്തിലെ താസുഅഇൻ്റെ സുന്നത്ത് നോമ്പ് നോൽക്കാൻ ഞാൻ കരുതി. ഇനി മുഹറം 9ൻ്റെ സുന്നത്ത് നോമ്പ് നോൽക്കാൻ ഞാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്താലും മതി. മുഹറം 10ന് നിയ്യത്ത് ചെയ്യുമ്പോൾ മുഹറമിലെ ആഷൂറയിൻ്റെ സുന്നത്ത് നോമ്പ് നോൽക്കാൻ ഞാൻ കരുതി, അതല്ലെങ്കിൽ മുഹറം 10ൻ്റെ സുന്നത്ത് നോമ്പ് നോൽക്കാൻ ഞാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്യുക. ഇനി റമളാനിൽ ഒരുപാട് ഉമ്മമാർക്ക്, സഹോദരിമാർക്കൊക്കെ നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. ആ നോമ്പ് ഖളാ വീട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, റമളാനിലെ നോമ്പ് നഷ്ടപ്പെട്ടു പോയവർ നിയ്യത്ത് ചെയ്യുമ്പോൾ എൻ്റെ റമളാനിലെ നഷ്ടപ്പെട്ടു പോയ ഫർള് നോമ്പിനെ നാളെ ഞാൻ നോറ്റുവീട്ടാൻ കരുതി, അതോടുകൂടെ നാളത്തെ മുഹറമിലെ 9ൻ്റെ സുന്നത്ത് നോമ്പും നോൽക്കാൻ ഞാൻ കരുതി. 10ന് നിയ്യത്ത് വെക്കുന്നവരും ഈ രൂപത്തിൽ തന്നെ നിയ്യത്ത് വെക്കണം. റമളാനിലെ എൻ്റെ നഷ്ടപ്പെട്ടു പോയ നോമ്പിനെ നോറ്റുവീട്ടാൻ ഞാൻ കരുതി, അതിനോടുകൂടെ മുഹറം 10ലെ സുന്നത്ത് നോമ്പിനെ ഞാൻ നോൽക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. അല്ലാഹു തആല നാം ചെയ്യുന്ന എല്ലാ അമലുകളും പരിപൂർണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ ചെറിയ അറിവിനെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി, മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.